നമ്മുടെ പയറില്ലേ വെന്ത് വന്നിരിപ്പുണ്ടേ. അപ്പം നമ്മുടെ പയറിനകത്തേക്ക് ഇതാ ഞാൻ ഈ മത്തങ്ങ ഇട്ട് കൊടുക്കുവാണേ. മത്തൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇത് ഞാൻ അടച്ച് വയ്ക്കത്തില്ലേ, അടച്ച് വെക്കുന്നതിന് മൂടി വയ്ക്കും, പക്ഷേ കുക്കറിൽ വിസിലടിപ്പിക്കത്തില്ല. അപ്പോൾ ഇനി ഇത് വെന്തിട്ട് വരട്ടെ. എരിശ്ശി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പാണിത്. ഇവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വെന്തുകൊണ്ടേയിരിക്കുന്നു, വെന്ത് വരുന്നുണ്ട്. ഇതാ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരപ്പിട്ട് കൊടുക്കുവാണേ. അരപ്പ് ഇതാ ഇട്ട് കൊടുത്തേ. അരപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാമേ. അരപ്പിട്ട് കൊടുത്തതാ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ മത്തൻ എരിശ്ശേരി. മത്തൻ കറി ഇതാ ഈ ഒരു പരുവത്തിൽ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് കുറച്ച് കടുക് വറുത്ത് വയ്ക്കണം. അപ്പോൾ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടുത്തെ ഞാൻ കോട്ടയത്തുള്ളതാണ്, പക്ഷേ ഞാനിപ്പോൾ കോട്ടയത്തു നിന്നൊക്കെ തിരുവനന്തപുരം സിറ്റീസിനായി. അപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരത്താണുള്ളത്. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായി. അപ്പോൾ എനിക്ക് എന്താ പറയുന്നത്, കോട്ടയവും ഇല്ല ട്രിവാൻഡ്രവും ഇല്ലാത്തൊരു മട്ടില്ല ഇപ്പോൾ എൻ്റെ ജീവിതം. കാരണം എല്ലാം അതൊക്കെ വിട്ടുപോയി, കോട്ടയം ടച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ട്. കാര്യം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, തിരുവനന്തപുരം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തിരുവനന്തപുരം സിറ്റീസനുമായി. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നാടാണ് തിരുവനന്തപുരം. കാര്യം ഒത്തിരി നല്ലതാണ്, ഒത്തിരി നല്ല ആൾക്കാരാണ്, ഒത്തിരി എന്താ പറയുന്നത് കരുതലുള്ള ആൾക്കാരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കടുക് ഇടുവാണ്. മൊത്തന് നമ്മൾ കടുക് വറുക്കാൻ പോണേ. കടുക് പൊട്ടി വന്നിട്ട് ഇതാ ഇത്ര ഉള്ളി. ഞാൻ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് 2 വെളുത്തുള്ളി ഇട്ടാൽ നല്ലതാണ്. അപ്പം ഇത്രയും സാധനം ചേർത്തിട്ട് കടുക് വറുക്കാനാണ്. കുറച്ച് തേങ്ങയുടെ വറുത്തിടുവേ. ഉള്ളി മൂത്തിട്ട് വരുമ്പം കുറച്ചൊരു പിടി തേങ്ങയും കൂടെ ഇട്ട് വറുത്ത് ആ എരിശ്ശേരിക്കകത്തേക്ക് ഇട്ടാൽ നല്ലതാണ്. എന്നിട്ട് നന്നായിട്ട് കുറച്ച് ഇത്രയും തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് വേണം എരിശ്ശേരിക്കകത്തേക്ക് കടുക് വറുത്ത് വയ്ക്കാം. അതിനുള്ള കടുക് വറുത്ത് ആ തേങ്ങയും കൂടി ഇട്ട് മൂപ്പിച്ച് ഇങ്ങനെ ആയിട്ടുണ്ട്. ആ തേങ്ങയുടെ ഇപ്പോൾ എണ്ണ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും ഇങ്ങനെ മൂപ്പിച്ചിട്ടാണ് മത്തൻ്റെ കടുക് ഞാൻ വറക്കുന്നത്. കടുക് വറുത്തെടുത്ത് ഞാൻ അതിൻ്റെ മണ്ടയ്ക്കോട്ടിടാൻ പോണേ. മത്തങ്ങ എരിശ്ശേരി ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വെച്ച് കഴിച്ച് നോക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ, ഒന്ന് സഹായിക്കണേ.